അതുപോലെ തന്നെ മുമ്പ് ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന പല ചക്രവർത്തിമാരുടെയും പല രാജാക്കന്മാരുടെയും മുസ്ലിങ്ങളായിട്ടുള്ള അവരുടെ സ്വത്തുക്കൾ ഇവിടെയുണ്ട്. അന്ന് സ്വതന്ത്ര ഭാരതത്തിൽ 47 ശേഷം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ആ സ്വത്തുക്കളൊക്കെ ഒരു വഖഫ് ബോർഡിന് കീഴിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ വഖഫ് സംവിധാനത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ സംഗതി രൂപീകരിച്ചത്. നമ്മുടെ പ്രഥമ പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിനെ പോലെയുള്ള ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വഖഫ് സ്വത്തുക്കളിലുള്ള മദ്രസകളിൽ നിന്നായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമല്ല വഖഫ് സ്വത്തുക്കൾ ഇന്ത്യ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസപരമായി ഉത്തരേന്ത്യയില് അവിടെയുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കടക്കം ഈ വഖഫ് സ്വത്തിന്റെ ആ അവകാശങ്ങളിൽ ഫലമായി ഇന്ത്യ രാജ്യത്ത് അവർക്ക് ഉയർച്ച നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സംഘികളുടെ ഈ കിരാത നിയമം പുല്ലുവിലയാണ് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവന്റെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഏറ്റവും തലവർപ്പത്തിരിക്കുന്ന പാർലമെന്റ്, നിയമനിർമ്മാണ സഭ, അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി അടക്കമുള്ള മന്ത്രിസഭ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭേദഗതിയിലൂടെ, സുഹൃത്തുക്കളെ, ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ ഭേദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭരണഘടന